ഹായ് എവരി വൺ, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളിന്ന് ഒരു ട്രിപ്പ് പോയിരിക്കുകയാണ്. ട്രിപ്പല്ല, ജസ്റ്റ് ഒരു ഡ്രൈവ് പോവാണ്. സംഭവം പോകുന്നത് ഗൾഫിലോട്ടാണ്. അപ്പോൾ ഗൾഫ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും നമ്മുടെ എന്താ പറയുക ദുബായിലുള്ള ഗൾഫൊക്കെ എന്ന് വിചാരിക്കും. അതല്ല, ഇത് എന്താണത് GUELPH. അപ്പോൾ GUELPH എന്നാണത് സംഭവം. അതൊരു ഗൾഫ് ലേക്ക് എന്ന് പറയുന്ന ഒണ്ടാരിയോ പ്രോവിൻസിൽ തന്നെയുള്ള ഒരു ഗൾഫ് ലേക്കാണ്. ഏകദേശം മിസ്സാഗിൽ നിന്നൊരു 45 minutes to 1 hour ഡ്രൈവാണ്. അപ്പോൾ അതിലേക്കാണ് നമ്മൾ വരുന്നത്. ഇത് ലോക്ക്ഡൗൺ ആണ്, പക്ഷേ ഇതൊരു ലോങ് വീക്കെൻഡാണ്. അപ്പോൾ അത് കാരണം തന്നെ ഇത് ട്രെയിൽസും പാർക്സൊക്കെ ചെറുതായി ഓപ്പണായി വരികയാണ് ഇവിടെയൊക്കെ. അതുകൊണ്ട് നമ്മൾ അതിലോട്ട് ജസ്റ്റ് ഒന്ന് നടക്കുകയാണ്. അപ്പോൾ ആ കാഴ്ചകളാണ് നിങ്ങളെ ഇന്ന് ഞാൻ കാണിക്കുന്നത്. തീർച്ചയായും പുറത്തിറങ്ങുന്നത് സേഫ് ആണെന്നല്ല, പക്ഷേ ഈ ഒരു ലോക്ക്ഡൗൺ ടൈമിൽ നമ്മളെല്ലാം എന്താ പറയുക കുറച്ച് സമയത്തേക്കെങ്കിലും ഒരു ഫ്രഷ് എയർ എന്ന രീതിയിലാണ് എല്ലാവരും പുറത്തിറങ്ങുന്നത്. അപ്പം ട്രെയിൽസും പാർക്സൊക്കെ ചെറുതായി ഓപ്പണായി വരികയാണ്. ഇവിടുത്തെ റെസ്ട്രിക്ഷൻസൊക്കെ സ്ലോ ഡൗൺ ആയി വരുന്നു. അപ്പോൾ അങ്ങനെ ഒരു വീക്കെൻഡാണിത്. ഞാൻ ആ കാഴ്ചകൾ കാണിക്കാം നിങ്ങളെ. I see flying over there. I think that must be honeybee. How is the walk, Achu? I think so. You like the walk? Yeah. Huh? I think so. You think so? Don't Where are you going? Huh? Where are you going? Come on, I said that's enough. Okay. Tell me. Tell me where are you going. Tell everyone where are you going. Huh? Enough. That's enough. How is that? അപ്പോൾ ഈ ഗൾഫ് ലേക്ക് എന്നുള്ളത് ഒരു മാൻമെയ്ഡ് റിസർവോയറാണ്. അത് സ്പീഡ് റിവർ എന്ന് പറയുന്ന റിവറിൻ്റെ മുകളിലുള്ളൊരു റിസർവോയറാണ്. അത് എനിക്ക് തോന്നുന്നു, എൻ്റെ ഒരു അറിവ് ശരിയാണെങ്കിൽ 1974 മാൻമെയ്ഡായിട്ട് ക്രിയേറ്റ് ചെയ്ത ഒരു സംഭവമാണ്. ഇവിടെ ഒരു ഡാമൊക്കെ ഉണ്ട്, ഗൾഫ് ലേക്ക് ഡാം എന്നൊക്കെ പറഞ്ഞ ഡാമൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ ഈ ഒരു ലോക്ക്ഡൗണും കോവിഡ് സിറ്റുവേഷനൊക്കെ ആയത് കാരണം അതൊക്കെ ക്ലോസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ മെയിൻ കൺസർവേഷൻ ഏരിയയിലോട്ട് പോകാൻ പറ്റിയിട്ടില്ല. അതവിടെ നമ്മൾ അതുവഴി ഡ്രൈവ് ചെയ്ത് വന്നപ്പോൾ അവിടെയൊക്കെ ക്ലോസ്ഡ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മളൊരു ചെറിയ ട്രെയിൽ കണ്ട് അതിലോട്ടാണ് ഇപ്പോൾ ഈ നിങ്ങൾ കാണുന്നതൊക്കെ ഒരു ട്രെയിലാണ്. ആ ചെറിയൊരു ട്രെയിലിലോട്ട് നമ്മൾ ഇങ്ങനെ ജസ്റ്റ് നടക്കാൻ പോവുകയാണ്. നോർമലി എനിക്ക് തോന്നുന്നു May 1 മുതൽ October 15 വരെ ഇവിടെ ക്യാമ്പിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നൊരു ഇതാണ്. പിന്നെ എനിക്ക് തോന്നുന്നു ഒരു ചെറിയ ലേക്കും അതൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ അതൊക്കെ നമുക്ക് ശരിക്കും സാധാരണ രീതിയിൽ നമുക്ക് ഒരു നോർമൽ ടൈമിലാണ് ഇവിടെ വന്നതെങ്കിൽ അതൊക്കെ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. പക്ഷേ തീർച്ചയായും ഇന്ന് ഇങ്ങനെയൊരു സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ അങ്ങോട്ടുള്ള ആക്സസൊക്കെ അവർ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ട്രെയിൽസാണ് ഈ ഒരു ലോങ് വീക്കെൻഡിൻ്റെ ടൈമിൽ അവർ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് തന്നെ വളരെ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഭയങ്കരമായിട്ടുള്ളൊരു ക്രൗഡൊന്നുമില്ല. നമ്മൾ കണ്ടു കുറച്ച് കാർസൊക്കെ അവിടെ ഉണ്ട്. പക്ഷേ ഭയങ്കര സ്കാറ്റേർഡ് ആയിട്ടുള്ള ആൾക്കാരാണ് എല്ലാവരും. കുറച്ച് പേര് സൈക്കിളിൽ പോകുന്നു, ചെറിയ ചെറിയ ഫാമിലീസായിട്ട് അവർ നടക്കാൻ പോകുന്നു, ഓടുന്നു, അങ്ങനെയുള്ള സംഭവങ്ങളാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇതിലൊക്കെ ആൾക്കാർ ഭയങ്കര കുറവാണ്. നമ്മൾ ഇതിൽ നടക്കാൻ പോകുമ്പോൾ തന്നെ കുറച്ച് പേർ മാത്രമാണ് നമുക്ക് മുമ്പിലും പിന്നിലും ഒക്കെ ആയിട്ട് പോയിട്ടുള്ളത്. അപ്പോൾ കാനഡയിൽ ഇപ്പോൾ ഒരു സ്പ്രിംഗ് ടൈമാണ്. ഇപ്പോൾ നമ്മുടെ വിൻ്ററൊക്കെ മാറി, സ്നോ ഒക്കെ മാറി സ്പ്രിംഗ് സീസണിലോട്ട് കടന്നിരിക്കുകയാണ്. അപ്പോൾ എല്ലായിടത്തും നല്ല ക്ലൈമറ്റാണ്. ഒരു +10 അല്ലെങ്കിൽ +15 ടൈപ്സാണ് ഇവിടുത്തെ ക്ലൈമറ്റൊക്കെ ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും പുറത്തിറങ്ങുന്ന ഒരു ടൈമാണ്. പക്ഷേ ഈ ഒരു കൊറോണ കാരണം ഒരുപാട് നാളായിട്ട് എല്ലാവരും ഒരു ലോക്ക്ഡൗണിലൊക്കെ ആയത് കാരണം ആർക്കും ഇറങ്ങാനൊന്നും സാധിച്ചിരുന്നില്ല. പക്ഷേ ഇപ്പോൾ എല്ലാവരും ഇതേപോലെ പുറത്തിറങ്ങുകയാണ്. എന്താ പറയുക, ഈ ഒരു ലോങ് വീക്കെൻഡാണ് ഇവിടെ. അത് കാരണം തന്നെ എല്ലാവരും ഒരു റിലാക്സേഷൻ എന്ന രീതിയിൽ കോട്ടേജസിലോട്ടും സൈക്ലിങ്ങും ഒക്കെ ആയി ട്രെയിൽസിലോട്ടൊക്കെ ഇറങ്ങുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വീക്കെൻഡ് ഗവൺമെൻറ് ഇവിടെ ഈ ട്രെയിൽസൊക്കെ ഓപ്പൺ ചെയ്ത് വെച്ചു. അത് കാരണം തന്നെ എല്ലാവരും പുറത്തിറങ്ങുകയാണ്. സോഷ്യൽ ഡിസ്റ്റൻസിങ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എങ്കിലും ആ ഒരു ലിമിറ്റിനുള്ളിൽ നിന്നുകൊണ്ട് എല്ലാവരും പുറത്തിറങ്ങി ഫാമിലിയോടൊപ്പവും ഒക്കെ സ്പെൻഡ് ചെയ്യുന്ന ഒരു വീക്കെൻഡാണിത്. അപ്പം നമ്മൾ വന്നിരിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഒരു ട്രെയിലിലോട്ടാണ്. അപ്പോൾ ആ ട്രെയിലിൽ ഇതേപോലെ ഭയങ്കര കാം ആൻഡ് ക്വയറ്റാണ്. നമുക്ക് പക്ഷികളുടെ സൗണ്ടും സ്ക്വിറൽസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്ന കുറച്ച് വാട്ടർ ബോഡീസൊക്കെ ഉള്ള ഒരു ട്രെയിലാണ്. നല്ല രസമുണ്ട്. നമ്മൾ ഇതൊക്കെ കാണുമ്പോഴാണ് നമ്മളെ നാട്ടിലും ഇതുപോലെയുള്ള എന്താ പറയുക സംഭവങ്ങളില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നതല്ലേ. ഇത്രയും നല്ലതായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സംഭവമാണ് കാനഡയിലും. അത് എവിടെയായാലും, നോർത്ത് അമേരിക്കയിൽ എവിടെയായാലും, അമേരിക്കയിലായാലും കാനഡയിലായാലും എല്ലാം ഭയങ്കര നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നൊരു സംഭവമാണത്.
ഇതേപോലെ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ എല്ലാവരും ഇതേപോലെ സൈക്ലിംഗ് ഒക്കെ ആയി പോകുന്നൊരു സംഭവമാണ്. അപ്പം നമ്മൾ ആ ട്രെയിലൊക്കെ കഴിഞ്ഞ് തിരിച്ച് പോവാണ്. ഇവിടെ നിങ്ങൾ കാണാം ഒരുപാട് കാറുകളാണ് ഇവിടെ ട്രെയിനിൽ വെക്കാൻ വേണ്ടി. ഈ വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് കാർസാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. നമുക്ക് നിങ്ങൾ ലോങ് ക്യൂ കാണാം ട്രെയിനിൽ. ഇവിടെ കാറ് പാർക്ക് ചെയ്ത് എല്ലാവരും ഇതേപോലെ ഒരു വാക്കിനും സൈക്ലിങ്ങിനും ഒക്കെ പോവാണ്. നമ്മളതൊക്കെ കഴിഞ്ഞ് തിരിച്ച് പോവാണ്. നല്ല വിശപ്പുണ്ട്. അപ്പം നമ്മൾ ഇനി പോയി ഫുഡ് കിട്ടുമെന്ന് നോക്കാം. പോകുന്ന വഴിയിൽ കാനഡയിലെ എന്താ പറയുക കൺട്രി സൈഡിൻ്റെ കുറച്ച് കാഴ്ചകളും നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ അവസാനം ട്രെയിലൊക്കെ കഴിഞ്ഞ് നമ്മൾ കാറിൽ കയറിയിരിക്കുകയാണ്. അപ്പോൾ നമ്മളിനി ഫുഡ് കിട്ടുമെന്നാണ് അടുത്ത പ്ലാൻ. നമുക്ക് ഫുഡ് കിട്ടുമെന്ന് നോക്കാം. അച്ചു, യു ഹംഗ്രി? യെസ്, ഓക്കെ. അപ്പോൾ നമ്മൾ ഫുഡ് കിട്ടാൻ വേണ്ടി പോവാണ്. നോക്കാം എവിടെ കിട്ടുമെന്ന് അറിയില്ല. നമുക്ക് എവിടെ പോകണം? കോക്കനട്ട് ഗ്രോവ്? യെസ്, ഓക്കെ. അപ്പോൾ നമ്മുടെ ടോം ചേട്ടൻ്റെ കോക്കനട്ട് ഗ്രോവിൽ ഫുഡ് കിട്ടുമെന്ന് നോക്കാം. പോകുന്ന വഴിക്ക് കാനഡയുടെ കൺട്രി സൈഡ് കാഴ്ചകളും ഞാൻ കാണിച്ചു തരാം. ഒരുപാട് നല്ല ഗ്രാമീണമായ നല്ല കാഴ്ചകളുണ്ട്, അതും കാണിച്ചു തരാം. സോ ലെറ്റ്സ് ഗോ. ചെറിയൊരു ട്രെയിൽ ഇതൊക്കെ കഴിഞ്ഞ് വീട്ടിലോട്ട് തിരിച്ചു പോവാണ്. ഞാൻ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ട്രാവൽ വീഡിയോ ഒക്കെ ചെയ്യണമെന്ന് വെച്ചാണ് നമ്മളിതൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ പിന്നീട് കുറേ കുക്കിംഗ് വ്ളോഗ്സാണ് നിങ്ങളൊക്കെ കണ്ടത്. കാരണം വേറെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. നമ്മൾ ട്രാവൽ ചെയ്യണമെന്ന് വെച്ചാൽ ഫസ്റ്റ് ചെയ്തത് എനിക്ക് തോന്നുന്നു നമ്മൾ രണ്ടുപേരും കൂടി ടൊറൻറ്റോ ലൈറ്റ് ഫെസ്റ്റിവലിൽ പോയ വീഡിയോ ആണ്. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴേക്കും ലോക്ക്ഡൗൺ ആയി. അത് കാരണം പിന്നെ ഒന്നും ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല. അത് കാരണം പിന്നെ ചെയ്തതൊക്കെ വീട്ടിലിരുന്നുകൊണ്ടുള്ള കുറേ കുക്കിംഗ് വീഡിയോസാണ് നിങ്ങളൊക്കെ കണ്ടത്. ഇന്ന് നല്ലൊരു ലോങ് വീക്കെൻഡും ക്ലൈമറ്റും നല്ലതാണ്. ഒപ്പം കുറേ ലോക്ക്ഡൗൺ റിലാക്സേഷനൊക്കെ ചെയ്തപ്പോൾ ട്രെയിൽസൊക്കെ ഓപ്പൺ ആയപ്പോഴാണ് നമ്മൾ ഒരു ട്രെയിൽ ചെയ്യാമെന്ന് വിചാരിച്ച് ഈ ഒരു വീഡിയോ ചെയ്തത്. കാര്യമായിട്ടൊന്നും ചെയ്യാൻ അവിടെ കാണിക്കാനെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ ട്രെയിലും ഈ ഒരു കുറച്ച് കൺട്രീസായി ഡ്രൈവ് മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരു ലോക്ക്ഡൗൺ യാത്ര എന്ന രീതിയിൽ അല്ലെങ്കിൽ ഗൾഫിലേക്കുള്ളൊരു യാത്ര എന്ന രീതിയിലാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ തിരിച്ചു പോവാണ് നമ്മൾ. അപ്പോൾ നിങ്ങൾ കാണുന്നത് ഇപ്പോൾ നമ്മൾ 401 കയറാനുള്ള ഒരു 6 കിലോമീറ്റേഴ്സും കൂടി കഴിഞ്ഞ് നമ്മൾ 401 കയറാണ്. അപ്പോൾ ഈ പോകുന്നതൊക്കെ ഒരു കൺട്രി സൈഡ് ഡ്രൈവിലൂടെയാണ് നമ്മൾക്ക് ഇപ്പോൾ പോകുന്നത്. തിരിച്ച് നമ്മൾ ഫുഡ് എടുക്കാൻ വേണ്ടി പോകുന്നൊരു ഡ്രൈവാണിത്. ഒരാളെ ബാക്കിൽ കളിച്ചോണ്ടിരിക്കുന്നുണ്ട്, വീഡിയോ ഗെയിമൊക്കെ കളിച്ചോണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ
ഇപ്പോൾ രണ്ട് സൈഡിലും കാണുന്നതൊക്കെ ഒരു കൺട്രി സൈഡ് ഡ്രൈവ് പോലെയാണ്. കുറേ ഇൻഡസ്ട്രിയൽ കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ കുറേ ഇതേപോലെ എന്താ പറയുക ഫാമിംഗ് ലാൻഡ്സ് ഒക്കെയാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇത് നമ്മൾ സിറ്റി ലിമിറ്റ്സ് വിട്ടിട്ടുള്ള ഒരു ഭാഗമാണിത്. അപ്പം ഇതേപോലെ ഉള്ള ഒരുപാട് നല്ല ഓപ്പൺ സ്പേസസ് ആണ് നമ്മൾ കാണുന്നത്. കാനഡയിലായാലും അത് നോർത്ത് അമേരിക്കയിലായാലും എവിടെയായാലും നമ്മൾ ഇങ്ങനെയുള്ള ഒരുപാട് നല്ല സീനിക് ഡ്രൈവ്സ് ആണ് നമ്മൾ ഒരു സിറ്റി ലിമിറ്റ്സ് വിട്ട് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നതൊക്കെയാണ്. അപ്പോൾ നല്ലൊരു ഡ്രൈവാണ്. പക്ഷേ ഇന്നിപ്പോൾ നല്ല ട്രാഫിക് ഉണ്ട്. കാരണം ഇന്നൊരു ലോങ് വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഫാമിലി ആയിട്ടൊക്കെ ഇറങ്ങുന്ന ഒരു ടൈമാണ്. ലോക്ക്ഡൗൺ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഇവിടെയൊന്നും ആരും നമ്മൾ പോലും മാസ്കും ഗ്ലൗവും ഇടാതെയൊക്കെയാണ് ഇറങ്ങുന്നത്. അങ്ങനെ ഇറങ്ങണം എന്ന് റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടി നമ്മൾ ഒരു ക്രൗഡഡ് പ്ലേസിൽ പോകുമ്പോൾ മാസ്കും ഗ്ലൗവും ഒക്കെ വെക്കുന്നുണ്ട്. അതല്ലാതെ ഇങ്ങനെ ഒരു ഡ്രൈവ് പോകുമ്പോഴോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ട്രെയിനിൽ പോകുമ്പോഴോ ആരും തന്നെ ഗ്ലൗവോ മാസ്കോ ഒന്നും വെച്ചിട്ടില്ല. പക്ഷേ പിന്നെ അത് നമ്മുടെ ഒരു സേഫ്റ്റിയാണ്. ഈ ഒരു ലോക്ക്ഡൗൺ ടൈമിൽ നമ്മുടെ ഒരു സേഫ്റ്റി നോക്കി നിങ്ങൾ ഒരു ക്രൗഡഡ് പ്ലേസിലൊക്കെ പോവുകയാണെങ്കിൽ തീർച്ചയായും ഗ്ലൗവും മാസ്കും ഉപയോഗിക്കുക. എത്രയോ മാക്സിമം പ്രിക്കോഷൻസ് നമുക്ക് ചെയ്യാൻ പറ്റും അത്രയും ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ഈ ഒരു സമയത്ത് ചെയ്യാൻ പറ്റുന്നത്. സോ അപ്പോൾ നമ്മൾ ആ ഒരു ട്രെയിൽ വാക്കൊക്കെ കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചെത്തിയിരിക്കുകയാണ്. നമ്മൾ വരുന്ന വഴി ടോമി ചേട്ടൻ്റെ അടുത്ത് നല്ല പൊറോട്ടയും ബീഫ് ഫ്രൈയും ചിക്കൻ റോസ്റ്റൊക്കെ വാങ്ങിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളിത് കഴിക്കട്ടെ. വീണ്ടും ഒരു വീഡിയോയുമായി നമ്മൾ വീണ്ടും കാണാം. സോ ടിൽ ദെൻ ഗുഡ് ബൈ.